പോലീസ് കാവലിൽ ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കൊടി സുനിയുടെ മദ്യപാനം തലശ്ശേരി കോടതിയിൽ നിന്ന് മടങ്ങും വഴിയാണ് കൊടി സുനി മദ്യപിച്ചത്. കഴിഞ്ഞ മാസം 17-ന് നടന്ന സംഭവത്തിൽ 3 സിവിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നേരത്തെ തന്നെ കൊടി സുനിക്ക് പോലീസ് പ്രത്യേക പരിഗണന നൽകുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. അതായത് കൊടിസുനിയുമായി എന്നൊക്കെ പോലീസ് സഞ്ചരിച്ചിട്ടുണ്ടോ അന്നൊക്കെ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ പോലീസ് കാവലിൽ കൊടിസുനിയുടെ മദ്യപാനവും നടന്നിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇക്കഴിഞ്ഞ മാസം 17-നാണ് ഈ സംഭവം നടക്കുന്നത്. തലശ്ശേരി കോടതിയിൽ കൊടിസുനി പ്രതിയായ ഒരു കേസിന്റെ വാദം ആരംഭിക്കാനിരിക്കുകയാണ്. ആ കേസിന്റെ വാദവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി കോടതിയിൽ കൊണ്ടുവന്ന് ഇയാളെ മടക്കി കൊണ്ടുപോകുന്ന സമയത്താണ് ഹോട്ടലിൽ വെച്ച് ഇയാൾക്ക് മദ്യപിക്കാനുള്ള അവസരം പോലീസുകാർ തന്നെ ഒരുക്കി നൽകിയത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടൽ കയറിയ സമയത്താണ് അവിടെ വെച്ച് മദ്യപിക്കാനുള്ള അവസരം കൊടിസുനിക്ക് പോലീസുകാർ തന്നെ ഒരുക്കി നൽകിയത്. ഈ സംഭവം തൊട്ടു പിന്നാലെ വിവാദമാവുകയും കൃത്യമായി പോലീസ് സ്ഥലത്ത് എത്തുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഈ പരിശോധന നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 3 സിവിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജില്ലാ പോലീസ് ആസ്ഥാനത്തെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിലുള്ള സസ്പെൻഷൻ നടപടി കിട്ടിയിരിക്കുന്നത്. നേരത്തെയും അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ വിവിധ പല തവണകളായി പല ഘട്ടത്തിൽ കൊടിസുനിക്ക് ജയിലിലും പുറത്തും വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയെന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പോലീസുകാർ ഉൾപ്പെടെ പല സഹായങ്ങളും ഇയാൾക്ക് ചെയ്തു കൊടുക്കുന്നു എന്ന ആരോപണവും ഉയർന്നിരുന്നു. അത് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇക്കഴിഞ്ഞ 17-ാം തീയതി ഇത്തരമൊരു സംഭവം നടന്നത്. അതിന്മേൽ ഇപ്പോൾ നടപടിയും ഉണ്ടായിരിക്കുന്നു. അനിൽ നമ്പ്യാർ. പോലീസ് കാവലിൽ ടി.പി. വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട കൊടിസുനിയുടെ മദ്യപാനം തലശ്ശേരി കോടതിയിൽ നിന്ന് മടങ്ങും വഴിയാണ് കൊടിസുനി മദ്യപിച്ചത്. കഴിഞ്ഞ മാസം 17-ന് നടന്ന സംഭവത്തിൽ 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.